ഏഷ്യാനെറ്റ് ചാനലിലെ കുങ്കുമപ്പൂവ് എന്ന പരമ്പരയിൽ ആശാ ശരത് അവതരിപ്പിച്ച പ്രൊഫസർ ജയന്തിയുടെ മകളായും അൽഫോൺസാമയുമായുമൊക്കെ സീരിയൽ പ്രേമികൾക്ക് പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് അശ്വതി തോമസ്. മലയാള ടെലിവിഷനിൽ ഏറ്റവും ഹിറ്റായ പരമ്പരയായിരുന്നു കുങ്കുമപ്പൂവ്. അൽഫോൺസാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശേഷം അശ്വതിയെ സ്വന്തം വീട്ടിലെ കുടുംബാംഗത്തെ പോലെയാണ് പ്രേക്ഷകർ കണ്ടിരുന്നത്. എന്നാൽ കുങ്കുമപ്പൂവിൽ വില്ലത്തി അമലയായി വേഷമിട്ടതോടെ കാര്യങ്ങളാകെ മാറി. പോസിറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന വാശിയൊന്നും അശ്വതിക്കില്ല. കുങ്കുമപ്പൂവിൽ ആശാ ശരത്തും ഷെല്ലിയുമായിരുന്നു മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തത്. അമല, അൽഫോൺസാമ എന്നീ കഥാപാത്രങ്ങളാണ് എന്നും അശ്വതിയുടെ ഐഡന്റിറ്റി. വിവാഹശേഷം അഭിനയരംഗത്ത് അത്ര സജീവമല്ലായിരുന്നു താരം. വളരെ കുറച്ചു സീരിയലുകളിൽ മാത്രമാണ് അശ്വതി അഭിനയിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും കുടുംബ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ അശ്വതിക്ക് കഴിഞ്ഞു. പ്രതിനായിക വേഷങ്ങളിൽ തിളങ്ങിയിരുന്ന താരത്തിന്റെ യഥാർത്ഥ പേര് പ്രസില്ല ജെറിൻ എന്നാണ്. നീണ്ട 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫ്ലവേഴ്സ് ടിവിയിലെ സുരഭിയും സുഹാസിനിയും എന്ന സിറ്റ്കോം സീരിയലിലൂടെ അഭിനയരംഗത്തേക്ക് അശ്വതി തിരിച്ചു വന്നിരുന്നു. ലക്ഷ്മി എന്ന കഥാപാത്രമായിട്ട്. മല്ലിക സുകുമാരൻ, അനുമോൾ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സിറ്റ്കോമാണ് സുരഭിയും സുഹാസിനിയും. ബിഗ് ബോസ് മലയാളം സീസണുകൾ നടക്കുന്ന സമയത്ത് മനോഹരമായി എപ്പിസോഡ് റിവ്യൂസ് പങ്കിട്ടും തന്റെ ആ പഴയ സ്വീകാര്യത അശ്വതി ഓർമ്മിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ തന്റെ ഒരു പുതിയ വിശേഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് താരം. അശ്വതി വീണ്ടും അമ്മയാകാൻ പോകുന്നുവെന്നാണ് ആ വാർത്ത. 3ാമത്തെ കുഞ്ഞ് ഈ വർഷം പിറക്കുമെന്ന് പ്രഗ്നൻസി അനൗൺസ് ചെയ്ത് അശ്വതി അറിയിച്ചു. ഞങ്ങളുടെ കുടുംബം വലുതാകുന്നു, ഞങ്ങളുടെ ഹൃദയം നിറയുന്നു. കുടുംബത്തിലെ 5ാമത്തെ അംഗം 2026 എത്തും എന്നാണ് അശ്വതി പുതിയ പോസ്റ്റിലൂടെ പങ്കുവച്ചത്. 2 പെൺമക്കളാണ് അശ്വതിക്ക്. താരത്തിന്റെ മൂത്ത മകൾ ജോഹാനയ്ക്ക് 15 വയസ്സാണ് പ്രായം. 2ാമത്തെ മകൾ പ്രിയന്നയാണ്. സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. സീരിയൽ രംഗത്തുള്ളവരും ആരാധകരുമെല്ലാം അശ്വതിക്കും കുടുംബത്തിനും ആശംസകൾ നേർന്ന് എത്തിയിരുന്നു. റനീഷ റഹ്മാൻ, ഷാലു മെൽവിൻ, ശ്രീലക്ഷ്മി ശ്രീകുമാർ തുടങ്ങിയവരെല്ലാം ആശംസകൾ കുറിച്ചു. വിവാഹശേഷം ദുബായിൽ കുടുംബസമേതം താമസിക്കുകയാണ് അശ്വതി. അതുകൊണ്ടാണത്രേ വിവാഹശേഷം അഭിനയത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത്. എന്നാൽ നടി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം താരം സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ടായിരുന്നു. 2010 അശ്വതിയുടെ വിവാഹം. ഒരിടയ്ക്ക് ശരീരഭാരം കുറച്ചും നടി ആരാധകരുടെ ശ്രദ്ധ നേടിയിരുന്നു. 105 കിലോയിൽ നിന്ന് 75 കിലോയിലേക്കാണ് ഡയറ്റിലൂടെ അശ്വതി എത്തിയത്. 2019 ഒക്ടോബറിലാണ് ഡയറ്റ് തുടങ്ങുന്നത്. ഡയറ്റ് തുടങ്ങി ഏതാനും ആഴ്ചയായപ്പോൾ തന്നെ ഭാരം കുറയാൻ തുടങ്ങി. അതോടെ ഉത്സാഹമായി. 2020 ഒക്ടോബർ ആയപ്പോഴേക്കും ശരീരഭാരം 75 കിലോയിലേക്കെത്തി. പണ്ട് ഡ്രസ് സൈസ് 4XL ഒക്കെയായിരുന്നു. ഇപ്പോൾ ലാർജ് മതി. ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും സൈസ് ശരിയായി കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് പണ്ട്. എന്നാലും വണ്ണം കുറയ്ക്കാൻ മെനക്കിടില്ലായിരുന്നു. അത്ര ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ചെറുതാണെങ്കിലും വെറുതെ വാങ്ങി വെച്ചിരുന്നു മുൻപ്. അതൊക്കെ തടി കുറച്ച ശേഷമാണ് ഇടാൻ പറ്റിയത് എന്നാണ് ശരീരത്തിനുണ്ടായ മാറ്റം വെളിപ്പെടുത്തി മുൻപൊരിക്കൽ സംസാരിക്കവേ അശ്വതി പറഞ്ഞത്.